ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നോമ്പ് 12ാമത്തെ വിശേഷങ്ങളാണ്. ഇന്നലത്തെ നോമ്പ് കംപ്ലീറ്റ് ഞാൻ പുഴയും പ്രകൃതിയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി. ഇന്നലെ ഞാൻ അധികം വീട്ടിലുണ്ടായിട്ടേ ഇല്ല. അതിൻ്റെ ക്ഷീണം മാറ്റാൻ ഇന്ന് ഞാൻ കംപ്ലീറ്റ് എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. ഞാൻ തലേന്ന് ഇപ്പോൾ ഡീടോക്സ് വാട്ടർ ഉണ്ടാക്കി വെക്കാറുണ്ട്. വല്ലപ്പോഴാണ് കുടിക്കാറ്, കാരണം മറന്നു പോവാണ്. അപ്പോൾ ഞാനിന്ന് കാണുന്നോടത്ത് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ജഗ്ഗൊക്കെ മാറ്റിയിട്ട് പാത്രത്തിൽ തന്നെയാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. അങ്ങനെ ഞാനും പിന്നെ എൻ്റെ വല്യമ്മയുണ്ട് കേട്ടോ. വല്യമ്മ ഇന്നലെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ വല്യമ്മയുണ്ട്. വല്യമ്മ ചോറാണ് കേട്ടോ കഴിക്കണത്. ഞാനൊരു ഫ്രൂട്ട്സ് ബൗളിൽ ഫ്രൂട്ട്സ് ഇട്ടിട്ടും ഫ്രൂട്ട്സ് പ്ലസ് യോഗേർട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഡയറ്റ് അല്ലെങ്കിലും ആണെങ്കിലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ഹണി മിക്സ് ചെയ്താൽ ഗംഭീര ടേസ്റ്റാണ്. ശരിക്കും ഒരു ഡെസേർട്ട് കഴിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് എനിക്കിത് കഴിക്കുമ്പോൾ കിട്ടാറ്. ഇന്നലത്തെ വീഡിയോയിൽ കിട്ടിയ ഞണ്ടായിരുന്നു ഇത് ഞാൻ കറി വെക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാനിത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഇന്നലെ ഒരുപാട് ലാഗായിട്ടുണ്ടായിരുന്നു ആ വീഡിയോ. ഒരു 10 മിനിറ്റ് അഗോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അധികം മാംസമില്ലാത്ത ഞണ്ടാണ് കേട്ടോ. മാംസമുള്ള ഞണ്ട് ആണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ്. എനിക്ക് ആ ഞണ്ടാണ് ഇഷ്ടം. പക്ഷെ അത് കിട്ടാനില്ല. നല്ല റേറ്റുള്ള സമയമായതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല മാമാടേക്കുന്നത്. പിന്നെ അത് ഇപ്പോൾ പുഴയിലും കുറവാണ്. ഇതാണ് കേട്ടോ പൊന്ന്. ഈ പൊന്ന് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനെപ്പറ്റി എനിക്ക് വലിയതായ ധാരണ ഇല്ലെങ്കിലും പനിച്ച ഞണ്ടുകൾക്കാണ് ഈ പൊന്ന് ഉണ്ടാവുമെന്ന് പറയണ കേൾക്കാറുണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ വലിയ സൈസ് ഞണ്ട് കിട്ടുമ്പോൾ ഇത് മാത്രം തിന്നാനും ഞങ്ങളൊക്കെ ഇരുന്നിരുന്നു കേട്ടോ. അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഞാൻ ഞണ്ട് കറി ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഈ കഥാപ്രസംഗം ചെയ്യാതിരിക്കുന്നത്. കറികൾ എപ്പോൾ വെക്കുമ്പോഴും മൺകലത്തിൽ വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ. അത് വിചാരിച്ചിട്ട് ഞാനും മൺകല തന്നെയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോളയും പച്ചമുളകും ഒന്ന് വഴറ്റുക. പിന്നെ അതിൽ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി അത് ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. അതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇത് വഴണ്ടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാൻ മറക്കരുത് കേട്ടോ. ഞാൻ അത് പറയാൻ പെട്ടെന്ന് വിട്ടുപോയതാണ്. ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഒരു 2 തക്കാളി അതിട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക. കാരണം തക്കാളി വേവാൻ ഒരു 2-3 മിനിറ്റ് ടൈം എടുക്കും. അതങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ നല്ലൊരു മണം വരും. എല്ലാം കൂടി മിക്സ് ചെയ്തൊരു മണം. അതിനുശേഷം നമ്മൾ മെയിൻ താരമായി ഞണ്ടിനിടാം. നല്ല ഭംഗിയുണ്ടല്ലേ ഞണ്ടിനെ കാണാൻ. ആ ഞണ്ടിട്ടാൽ ഞണ്ടിൽ അത്യാവശ്യം വെള്ളമുള്ളത് കൊണ്ട് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ മസാല ഒക്കെ ഒന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ട് ഇതും നമുക്ക് മൂടി വെക്കണം കേട്ടോ. ഒരു 5-3 മിനിറ്റ്സ് ഞാനിത് മൂടി വെച്ചിട്ടുണ്ട്. മൂടി വെച്ചതിന് ശേഷം പിന്നെ നമ്മളെല്ലാ മസാലകൾ കൂടി ഒന്നും കൂടി ആഡാക്കണം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഈ നേരത്ത് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി കുറച്ചിട്ടിട്ട് വീണ്ടും നന്നായി ആളെ മിക്സ് ചെയ്ത് ആക്കാം. കാരണം ഞാൻ വെള്ളം ആഡാക്കാത്തതുകൊണ്ട് എപ്പോഴും മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യത നന്നായിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. ഞങ്ങളെ ചെറുപ്പത്തിൽ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ അതിൻ്റെ റെസിപ്പി ഒന്നും എനിക്കറിയില്ല. എന്താ പറയുക, ഒരു പ്രത്യേക ടേസ്റ്റാണ്. കൈപ്പത്തിരിയും സാദാ പ്രസ്പത്തിരിയും അതിൻ്റെ ഒപ്പമൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഒരു കറി എന്ന് പറഞ്ഞാൽ. ആ ഒരു കറിയൊക്കെയാണ് കേട്ടോ എനിക്കിത് ഉണ്ടാക്കുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഓർമ്മ വരുന്നത്. അങ്ങനെ നമ്മൾ ഞണ്ട് അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2ാം പാൽ ഒഴിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി വരുമ്പോൾ നമ്മൾ 1ാം പാൽ ഒഴിക്കും. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഈ ചട്ടി ഒന്നും സെറ്റാവുന്നില്ല. അത് അടി പിടിക്കണതുകൊണ്ട് ഞാൻ നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ ലാസ്റ്റ് 2ാമത് ഇട്ടു. പിന്നെ 1ാം പാൽ ഒഴിച്ച് സെറ്റാക്കി മൂടി വെച്ചു. ഇത്രയുള്ള സംഭവം. ഇതിൽ കൂടെ ചിലവർ മല്ലിയില അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇടും. ഞാൻ ഒരു ചെറുതായിട്ടൊരു മല്ലിയില ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ നമ്മൾ പൊറോട്ട ഡപ്പാണ് കേട്ടോ. എനിക്കല്ല, ഇവർക്ക് പൊറോട്ട ഡപ്പാണ്. ഞാൻ പിന്നെ ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. ഞണ്ട് കറി എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടായിരുന്നു. വേണമെങ്കിൽ റോസ്റ്റ് ആക്കാം. എനിക്ക് റോസ്റ്റിനോട് വലിയ താല്പര്യമില്ല. കാരണം ചപ്പാത്തി ആയതുകൊണ്ട് കേട്ടോ. ചോറിലേക്കൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയാവും. ഇനി എൻ്റെ റെസിപ്പീസ് കാണാം. ഞാൻ ഷമാം സ്മൂത്തി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബദാമും പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, ഡേറ്റ്സ് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്മൂത്തി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ അതിൻ്റെ റെസിപ്പി ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഇനി പറഞ്ഞാൽ ബോറടിക്കും. പിന്നെ എൻ്റെ ഇന്നത്തെ ഡിഷ് എന്ന് പറഞ്ഞാൽ ഉള്ളി ബജി ഉണ്ടല്ലോ, അത് പാൻ കേക്ക് പോലെ ചുട്ടെടുക്കുക. പൊരിച്ചാലല്ലേ ബജിയാവുള്ളൂ, ചുട്ടെടുത്താൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഞാനത് ചുട്ടെടുത്തു. കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് തന്നെ ആയിരുന്നു. പിന്നെ ഇവാനും ഞാനും കൂടിയിട്ടാണ് ഇന്ന് നോമ്പറക്കായിരുന്നിട്ടുള്ളത്. 2ആളും ഷമാ സ്മൂത്തിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവാനിന് ഭയങ്കര ഇഷ്ടമാണ് തണ്ണിമത്തന്. അവളെ എപ്പോൾ തണ്ണിമത്തൻ കണ്ടാലും എൻ്റെ അടുത്ത് വന്നിരിക്കും. ഇവാനിൻ്റെ ജ്യൂസിൽ ഞാനിന്ന് ഷുഗർ ഇടാൻ മറന്നുപോയി. അതുകൊണ്ടാണ് കേട്ടോ ആളെ ഗ്ലാസ് അതേപോലെ ഇരിക്കണത് കുടിക്കാണ്ട്. ഇപ്പോൾ വാങ്ങുകൊടുക്കണൊക്കെ ഒരു ടൈം ആയിക്കഴിഞ്ഞാൽ എന്നോട് പറയട്ടോ, മമ്മി വാങ്ങുകൊടുക്കാനായില്ലേ. ആ നേരത്ത് ഇവൾക്ക് ഭയങ്കര നോമ്പുള്ള പോലെയൊക്കെയാണ് കേട്ടോ കാട്ടിക്കൂട്ടിലെ. ഒന്നും കഴിക്കാൻ പാടില്ല. ആ നേരട്ടോ ഒരു വാങ്ങുകൊടുക്കാനായിട്ട് 1 മണിക്കൂർ മുമ്പ് തുടങ്ങും. മമ്മി നോമ്പുണ്ട്, എനിക്ക് നോമ്പെടുക്കാനായില്ലേ എന്നൊരു വാക്കൊക്കെ കേട്ടോ. പിന്നെ ഈ പാൻ കേക്ക്, അതായത് ഉള്ളി ബജി പാൻ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയുക, ബജി കഴിക്കണ പോലെ തന്നെയായിരുന്നു. പക്ഷെ പുറം ഭാഗം ഭയങ്കര സോഫ്റ്റ് ആയതിനെ കൊണ്ട് പാൻ കേക്ക് കഴിക്കണ പോലെ ഉണ്ട്. രണ്ടും മിക്സഡ് ഫീലിംഗ് ആയിരുന്നു.
അടിപൊളി തന്നെയായിരുന്നു. ബാക്കിയുള്ളവർക്ക് ഞാൻ ബ്രെഡ് പൊരിച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവാനുവിന് അത് കൊടുക്കുമ്പോൾ ഇവാന് അത് ഇഷ്ടമായിട്ടില്ല. കാരണം ഇവൾക്ക് അങ്ങനെ പൊരിക്കടീസ് ഇഷ്ടമല്ല, ഇവൾക്ക് ഫ്രൂട്ട്സ് തന്നെയാണ് ഇഷ്ടം. ഇന്നാണെങ്കിലോ നല്ല ഫുൾ മൂണായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ക്യാമറയിൽ അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. ഇവാനും ഉമ്മയും കൂടിയിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പോവാണ്. എന്തോ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു, എന്തിനാണെന്നൊക്കെ ഓർമ്മയില്ല. പിന്നെ സമയം 11 മണി ആയിട്ടുണ്ട്, എൻ്റെ വർക്കൗട്ടിൻ്റെ സമയമായിട്ടുണ്ട്. ഇന്ന് എൻ്റെ ഒപ്പം കൂടെ വർക്കൗട്ടിന് ഇവാനും വന്നിട്ടുണ്ട് കേട്ടോ. അവൾക്ക് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഇവാനും വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി. ഇന്നത്തെ ഫുഡ് പിക്ക് ഇങ്ങനെയാണ്. അപ്പോൾ എന്നും പറയണ പോലെ നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.